അങ്ങനെ വീണ്ടും അതാ മറ്റൊരു എവിക്ഷൻ കൂടി സംഭവിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 8 കുറച്ച് നേരം മുന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. റാണവ് എവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. റാണവ് മാത്രമല്ല, ഒരാളും കൂടി എവിക്റ്റഡ് ആയിരിക്കുന്നു, മഞ്ചരി. എന്താണ് അപ്ഡേറ്റ്? അൺഫെയർ അല്ലേ ഇത്? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം മുന്നെയാണ് എനിക്ക് തോന്നുന്നു സിജോ ബ്രോയുടെ പാർട്ടിയിലാണ് ഇപ്പോൾ റിസപ്ഷൻ പാർട്ടിയിലാണ് ഞാൻ റാണവ് ഔട്ടാണെന്ന് പറഞ്ഞിട്ടത്. പക്ഷേ ഇപ്പോൾ അറിയുന്നത് റാണവും മഞ്ചരിയും ഔട്ടാണ്. ഡബിൾ എവിക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള സംഭവം ഇത് ഭയങ്കര അൺഫെയർ ആണ്. കാരണം മഞ്ചരിയൊക്കെ ഒരു ടോപ്പ് 5 അറ്റ്ലീസ്റ്റ് ടോപ്പ് 6 എങ്കിലും വരാനുള്ള ആൾക്കാരാണ്. മഞ്ചരി ഒരു ടോപ്പ് 6 റാണവ് ഒരു ടോപ്പ് 7 ഒക്കെ വരാനുള്ള ആൾക്കാരാണ്. പക്ഷേ മഞ്ചരിയും ഇപ്പോഴേ എവിക്റ്റായി പോയിരിക്കുന്നു. ഒന്നും നമ്മുടെ ടോപ്പ് 5 ഒക്കെ മറിഞ്ഞു പോയി. ടോപ്പ് 5 ഒക്കെ നമ്മൾ വിചാരിച്ചിരുന്ന മറിഞ്ഞു പോയി. ഞാൻ ചോദിക്കട്ടെ, എവിക്ഷനിൽ 8 കണ്ടസ്റ്റൻ്റ് ഉണ്ട്. ഇതിനകത്ത് ഒന്നും ചെയ്യാത്ത എത്രയോ പേരെ അതിനകത്ത് നിൽക്കുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് അതിനകത്ത് വോട്ടുകൾ നേടി നിൽക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും മഞ്ചരി എവിക്റ്റഡ് ആണ്, ഭയങ്കര അൺഫെയർ ആണ്. റാണവും എവിക്റ്റഡ് ആണ്, അൺഫെയർ ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റിവ്യൂ മിക്കവാറും വരാൻ നല്ല ലേറ്റ് ആകും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും വരുന്നത്. കാരണം ഞാനിവിടെ കല്യാണ പ്രോഗ്രാമിലാണ് സിജോ ബ്രോയുടെ. അപ്പോൾ എന്തായാലും ഓക്കെ, നോക്കാം. മഞ്ചരി എവിക്റ്റഡ്.